അപകടത്തിന്റെ ഏറ്റവും പുതിയ വിവരങ്ങളിലേക്കാണ് വാർത്താമഴ ആദ്യം കടക്കുന്നത്. അരുൺ പാറാട്ടും ഗിരീഷ് ഒറ്റപ്പാലവും വിശദാംശങ്ങളുമായി ചേരുന്നു. അരുൺ, ഈ മരിച്ച മലയാളികളുടെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? അവരെ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? അവരുടെ പേര് വിവരങ്ങൾ, അതിൻ്റെ വിശദാംശങ്ങൾ, അവരുടെ ബന്ധുക്കളെ വിവരങ്ങൾ അറിയിക്കുന്നതടക്കം അത്തരം കാര്യങ്ങളിൽ പുരോഗതിയുണ്ടോ? എന്താണ് പുതിയ വിവരങ്ങൾ നമുക്ക് അവിടെ നിന്ന് നൽകാൻ കഴിയുന്നത്? ഇന്ന് വെളുപ്പിന് 4 മണിയോട് കൂടിയാണ് മങ്കപ്പിൽ ഈ അതിദാരുണമായിട്ടുള്ള ഈ ഒരു സംഭവം നടന്നത്. 7 നിലയുള്ള കെട്ടിടത്തിലാണ് തീപിടുത്തം ഉണ്ടായത്. 100 കണക്കിന് ജീവനക്കാർ താമസിക്കുന്ന ഒരു ലേബർ ക്യാമ്പായി പ്രവർത്തിക്കുകയായിരുന്നു ഈ ഒരു കെട്ടിടം. മലയാളിയുടെ ഉടമസ്ഥയുള്ള ഒരു കമ്പനിയിലെ ജീവനക്കാരാണ് ഇവിടെ താമസിച്ചതും ഈ അപകടത്തിൽപ്പെട്ടിരിക്കുന്നവരും. ഈ ക്യാമ്പിൽ താമസിക്കുന്നവർ ഭൂരിഭാഗവും മലയാളികളാണെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഈ തീപിടുത്തത്തിൽ 49 ആളുകൾക്ക് ജീവൻ നഷ്ടമായിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ട്. ഇതിൽ 21 ആളുകളുടെ വിവരങ്ങളാണ് ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത്. ഇതിൽ തന്നെ മരിച്ചവരിൽ 11 ആളുകൾ മലയാളികളാണ്. ഇതിൽ തൃക്കരിപ്പൂർ സ്വദേശികളുണ്ട്, അതോടൊപ്പം തന്നെ കാസർഗോഡ് ചെറുക്കള സ്വദേശികളുണ്ട്, പാമ്പാടി സ്വദേശിയുണ്ട്, കൊല്ലം സ്വദേശിയും പത്തനംതിട്ട സ്വദേശിയുമുണ്ട്, കൊല്ലം സ്വദേശിയായ മറ്റൊരാളുമുണ്ട്. ഇത്തരത്തിൽ ഈ ആളുകളുടെ പേരുവിവരങ്ങളാണ് നമുക്കിപ്പോൾ ലഭിച്ചത്. മറ്റുള്ളവരുടെ പേരുവിവരങ്ങൾ ലഭിച്ചു വരുന്നതേയുള്ളൂ. അതോടൊപ്പം തന്നെ ഒരു പാകിസ്ഥാനി, നേപ്പാളിയും ഒരു സ്വദേശി പൗരനും 2 ഫിലിപ്പിന സ്വദേശികളും മരിച്ചതായിട്ടുള്ള വിവരം ലഭിച്ചിട്ടുണ്ട്. ഇതിൽ 16 ആളുകളെ ഇനിയും തിരിച്ചറിയാനായിട്ടില്ല. മറ്റുള്ളവരെ തിരിച്ചറിയാനുള്ള ഈ ഒരു ശ്രമങ്ങൾ ഇപ്പോൾ തുടരുകയാണ്. ഇവരെല്ലാവരും അദാൻ, ജുബൈർ, മുബാറക് എന്നീ ആശുപത്രികളിലാണ് ഇവരെ ഇപ്പോൾ പ്രവേശിച്ചിട്ടുള്ളത് എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇതിൽ 30-ലധികം ആളുകൾ ഇവിടെ ഇപ്പോൾ ഈ ഒരു ആശുപത്രികളിൽ ചികിത്സയിലുണ്ട്. ഇതിൽ ഭൂരിഭാഗവും ഇന്ത്യക്കാരാണ്. ഇവരുടെ ചിലരുടെ നില പരിക്കേറ്റവരിൽ ഗുരുതരമാണ് എന്നാണ് നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. എന്തായാലും ഈ ഒരു അപകടം നടന്ന ഉടൻ തന്നെ കുവൈത്ത് അധികൃതർ ശക്തമായ ഇടപെടൽ ഈ ഒരു വിഷയത്തിൽ നടത്തിയെന്നത് എടുത്തു പറയേണ്ടതാണ്. ഉച്ചയോടുകൂടി തന്നെ ആഭ്യന്തരമന്ത്രി ഈ ഒരു സ്ഥലത്ത് നേരിട്ടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. തീപിടുത്തത്തിൽ കാരണക്കാരായിട്ടുള്ള ഈ ഒരു കെട്ടിട ഉടമ, അതോടൊപ്പം തന്നെ സുരക്ഷാ ജീവനക്കാരൻ എന്നിവർ ഉൾപ്പെടെയുള്ളവരെ അറസ്റ്റ് ചെയ്യണമെന്ന് അദ്ദേഹം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ 190 ആളുകളാണ് ഈ ഒരു കെട്ടിടത്തിൽ ഒരേ സമയം താമസിച്ചിരുന്നത് എന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്. ആഭ്യന്തരമന്ത്രി തന്നെ പ്രത്യേകം എടുത്തു പറഞ്ഞിരിക്കുന്നത് ഈ ഒരു നിയമലംഘനത്തിന് കാരണം ഈ കെട്ടിട ഉടമകളുടെയും അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട ആളുകളുടെയും അത്യാഗ്രഹത്തിന്റെ ഫലമാണ് എന്നാണ് മന്ത്രി പ്രസ്താവനയിൽ കൃത്യമായി തന്നെ എടുത്തു പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ സംഭവത്തെക്കുറിച്ച് കൃത്യമായി തന്നെ അന്വേഷണം നടത്താൻ പോലീസിനോട് മന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇതിന് കാരണക്കാരായ ആളുകളെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിടരുത് എന്ന് അദ്ദേഹം പ്രത്യേകമായി തന്നെ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇതൊരു റെസിഡൻഷ്യൽ ഏരിയയാണ്, റെസിഡൻഷ്യൽ ഏരിയയിലെ ബിൽഡിംഗ് ആണ്. ഇത്തരത്തിൽ റെസിഡൻഷ്യൽ ഏരിയകളിൽ വൻതോതിൽ ഇത്തരത്തിലുള്ള നിയമലംഘനങ്ങൾ നടക്കുന്നുണ്ടെന്ന് പരിഹരിക്കണമെന്നും ഇതിന് അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും കുവൈറ്റ് മുനിസിപ്പാലിറ്റിക്കും മന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായിട്ടുള്ള ചില നടപടികളും അതിനുശേഷം ഉണ്ടായി. അഹമ്മദി ഗവൺമെന്റ് മുനിസിപ്പാലിറ്റി ബ്രാഞ്ചിലുള്ള എല്ലാ മുതിർന്ന ഉദ്യോഗസ്ഥരെയും സസ്പെൻഡ് ചെയ്യണമെന്ന് മുനിസിപ്പാലിറ്റി ഡയറക്ടർ ഉത്തരവിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ നിയമലംഘനം നടത്തുന്ന, ഇത്തരത്തിൽ പ്രവർത്തിക്കുന്ന കെട്ടിടങ്ങൾ 24 മണിക്കൂറിനകം ഇത്തരത്തിലുള്ള നിയമലംഘനം നടത്തുന്ന കെട്ടിടങ്ങൾ പരിശോധന നടത്താനും ആവശ്യമെങ്കിൽ അവിടെയുള്ള ആളുകളെ ഒഴിപ്പിക്കണമെന്നും കർശനമായ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥരും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സ്ഥലത്തെത്തുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ത്യൻ സ്ഥാനപതി ആശുപത്രിയിലേക്ക് നേരിട്ടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം മരിച്ചവർക്ക് ആദരാഞ്ജലി അർപ്പിച്ച് കുവൈത്ത് അമീറും സമൂഹ മാധ്യമ എക്സിലൂടെ ആദരാഞ്ജലി അർപ്പിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. പരിക്കേറ്റവർ ഉടൻ സുഖം പ്രാപിക്കട്ടെ എന്നും അദ്ദേഹം പറഞ്ഞു. അതോടൊപ്പം തന്നെ കുറ്റക്കാർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കണമെന്നും കുവൈത്ത് അമീർ പറയുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ 21 ആളുകളുടെ പേര് വിവരങ്ങളാണ് ലഭ്യമായിട്ടുള്ളത്. 49 ആളുകൾക്ക് ഈ ഒരു ദാരുണമായ അപകടത്തിൽ മരണം സംഭവിച്ചിട്ടുണ്ട്. ഇതിൽ മരണമടഞ്ഞവരിൽ 11 പേർ മലയാളികളാണെന്നാണ് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും ഒടുവിലത്തെ വിവരം. വിജയകുമാർ. ശരി, അരുൺ പാറാട്ടാണ് വിവരങ്ങൾ നൽകിയത്. അരുൺ, കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുക. നമുക്ക് വീണ്ടും അവിടെ നിന്നുള്ള വിശദാംശങ്ങളിലേക്ക് പോകാം. ഗിരീഷ് ഒറ്റപ്പാലം കൂടി കുവൈറ്റിൽ നിന്ന് ചേരുന്നുണ്ട്. ഗിരീഷ്, ഈ പരിക്കേറ്റതിലും ധാരാളം ഇന്ത്യക്കാർ ഉണ്ട്. അവരുടെ ആരോഗ്യനില സംബന്ധിച്ചൊക്കെ എന്തൊക്കെ വിവരങ്ങളാണുള്ളത്? നേരത്തെ അവിടുത്തെ എംബസിയിലെ ഉദ്യോഗസ്ഥർ അവർ അപകടനില തരണം ചെയ്തിട്ടുണ്ടെന്ന് സൂചിപ്പിച്ചിരുന്നു. അവരുടെ ചികിത്സ, എന്താണ് അവരുടെ അവസ്ഥ? ആരോഗ്യനില സംബന്ധിച്ച് ആശുപത്രിയിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? വിജയകുമാർ നേരത്തെ പറഞ്ഞതുപോലെ 21 പേരുടെ വിവരങ്ങളാണ് നമുക്ക് നേരത്തെ ലഭിച്ചിരുന്നത്. അതിൽ 11 മലയാളികൾ എന്ന് പറഞ്ഞതിൽ ഏകദേശം 8 പേരുടെ വിവരങ്ങൾ നമുക്കിപ്പോൾ ലഭിച്ചിട്ടുണ്ട്. കൊല്ലം സ്വദേശി ഷമീർ, പന്തളം സ്വദേശി ആകാശ് ശശിധരൻ, അതുപോലെ തന്നെ PV മുരളീധരൻ പത്തനംതിട്ട സ്വദേശി, തുടർന്ന് കൊല്ലം സ്വദേശി വെളിച്ചിക്കാല വടക്കോടുവിളിയിൽ ലൂക്കോസ് 48 വയസ്സ്, മറ്റൊന്ന് കോട്ടയം ജില്ല പാമ്പാടി സ്വദേശി സ്റ്റീഫൻ ഇബ്രഹാം 29 വയസ്സ്. അദ്ദേഹം എഞ്ചിനീയറായാണ് ജോലി ചെയ്തിരുന്നത്.
മറ്റൊന്ന് പന്തളം സ്വദേശി മുടിയൂർക്കോണം സ്വദേശി ആകാശ്, അതുപോലെ തന്നെ തൃക്കരിപ്പൂർ സ്വദേശി കേള, തുടർന്ന് കാസർഗോഡ് സ്വദേശി രഞ്ജിത്ത് തുടങ്ങിയവരെയും തിരിച്ചറിഞ്ഞ മലയാളികൾ ഉൾപ്പെടുന്നവരാണ്. മറ്റു രാജ്യക്കാരായ പാകിസ്ഥാൻ, നേപ്പാൾ, ഈജിപ്ത് എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ളവരും ഈ അപകടത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട്.